നമസ്തേ. ഞാൻ ഡോക്ടർ ശാന്തകുമാരി, മാത ആയുർവേദ ഐ ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മേക്കുലർ എഡിമ എന്നുള്ള ഒരു നേത്രരോഗത്തെ സംബന്ധിച്ചാണ്. മേക്കുലർ എഡിമ എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ എന്താണ് മേക്കുല എന്നുള്ളതിനെ പറ്റിയും ഒരു ചെറിയൊരു ഐഡിയ വേണം. കണ്ണിനകത്ത് അതിൻ്റെ ഏറ്റവും പിൻവശത്ത് പശ്ചിമ ഭാഗത്തായി കിടക്കുന്ന റെറ്റിന എന്നുള്ള ഏറ്റവും ഈ നെർവസ് ലെയർ, അതിലുള്ള ഒരു പ്രത്യേക ഏറ്റവും സൂക്ഷ്മമായ അല്ലെങ്കിൽ ഏറ്റവും പ്രവർത്തനക്ഷമതയുള്ള ഒരു ഭാഗത്തെയാണ് മേഖല എന്ന് പറയുന്നത്. ഇതിന് അതിൻ്റെ ഫങ്ഷനിൽ, അതിൻ്റെ പ്രവർത്തന രീതിയിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ലൈറ്റ് റേസ്, നമ്മുടെ വിഷനെ പറ്റി പറയുകയാണെങ്കിൽ ലൈറ്റ് റേസ് ഒരു ഓബ്ജക്റ്റിൽ, ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് അത് അന്തരീക്ഷത്തിൽ കൂടെ പാരലായിട്ട് സഞ്ചരിക്കുന്നു. എന്നിട്ട് ഈ ഐബോളിൻ്റെ ഏറ്റവും ബാഹ്യമായിട്ടുള്ള പ്രതലം, അതായത് കോർണിയയിലെത്തുന്നു. ഈ കോർണിയ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അത് അതിൽ കൂടെ കണ്ണിനകത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് കണ്ണിനകത്തുള്ള എല്ലാ ഭാഗങ്ങളും, എല്ലാ സ്ട്രക്ചേഴ്സും വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഈ ലൈറ്റ് റേസ് ഒരു കൺവെർജ് ചെയ്യും, അതായത് റിഫ്രാക്ഷൻ കൊണ്ട് കൺവെർജ് ചെയ്ത് അവസാനം റെറ്റിനയിലെ ഒരു പ്രത്യേക പോയിന്റിൽ വന്ന് ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഫോക്കസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു സീരീസ് ഓഫ് ഒരു ശൃംഖല പോലെ കുറേ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഫോട്ടോ കെമിക്കൽ ചേഞ്ചസ്, പിന്നീട് ഇലക്ട്രിക്കൽ ചേഞ്ചസ്, പിന്നീട് നെർവ് റിയാക്ഷൻസ്. ഇതിൻ്റെയൊക്കെ ഒരു അവസാനത്തെ ഒരു പരിണിത ഫലം എന്ന് വെച്ചാൽ ഒരു നെർവ് ഇമ്പൾസ്, ഒരു ഇമ്പൾസ് ഉണ്ടാകും. അതായത് പുറത്ത് ബാഹ്യമായിട്ടിരിക്കുന്ന ഓബ്ജക്റ്റിനെ ശരീരത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു രീതിയിലേക്ക് മാറ്റുന്നു എന്നർത്ഥം. ഈ ഇമ്പൾസ് അതിനോട് കൂടി ചേർന്നിരിക്കുന്ന ഓപ്റ്റിക് നെർവ് എന്ന CNS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു നെർവ്, കണ്ണിലേക്ക് വരുന്ന നെർവാണ്. അതിൽ കൂടെ നേരെ ബ്രെയിനിലേക്ക് ചെന്നെത്തുകയും അവിടെ വെച്ച് ഇതിനെ പ്രോസസ്സ് ചെയ്ത് യഥാർത്ഥത്തിലുള്ള വിഷ്വൽ സെൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ദർശനം എന്നുള്ള ഒരു സെൻസാക്കി മാറ്റുന്നു. ഇതാണ് ആ നേത്രത്തിൻ്റെ ഒരു ഫിസിയോളജി. ഇതിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ മേക്കുലയുടെ ഇമ്പോർട്ടൻസ്. ആ ഏരിയയ്ക്ക് വരുന്ന ഏതൊരു അപാകതയും, ഏതൊരു ഡിഫക്റ്റും വളരെ സീരിയസ് ആയിട്ടുള്ള വിഷ്വൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ദർശന വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു രോഗമാണ് മേക്കുലർ എഡിമ എന്ന് പറയുന്നത്. ഇവിടെ ആ പോയിന്റ്, ആ സ്ഥലത്ത് നീർക്കെട്ട് ഉണ്ടാകുക അല്ലെങ്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഈ മേക്കുലർ എഡിമ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രവർത്തനത്തിന് ഒരുപാട് വൈകല്യം സംഭവിക്കും, ശരിയായ രീതിയിലുള്ള ഫങ്ഷൻസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ദർശന വൈകല്യങ്ങളും ഉണ്ടാകുന്നു. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ദർശന വൈകല്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. നേരെ നോക്കുന്ന സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ടതിൽ ഒരു ലക്ഷണങ്ങളിൽ ചിലതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന് ബ്ലെയറിങ്, മൊത്തത്തിലൊരു പതറിച്ച അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലായ്മ ഓബ്ജക്റ്റിന്. പിന്നെ കാണുന്ന ഒന്നാണ് സെൻട്രൽ സ്കോട്ടോമ എന്ന് പറയും. അതായത് ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്ത് കൂടുതൽ ബ്ലെയർ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഡാർക്കായിട്ടിരിക്കും, അല്ലെങ്കിൽ അവിടെ വിഷൻ ബ്ലോക്ക് ആയിരിക്കും, അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല. അതേസമയം പെരിഫറൽ, ചുറ്റുവശത്തുള്ള ഏരിയ അല്പം കൂടിയും ക്ലിയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ട്, നേരെ നോക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പല ഡിഫക്റ്റും അതിൻ്റെ പിറകിൽ എന്താ പറയുന്നത്, പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഒന്ന് ഡിസ്റ്റോർട്ടഡ് വിഷൻ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതിന് ശരിയായ അതിൻ്റെ ഷേപ്പിലോ സൈസിലോ അല്ലെങ്കിൽ ഷാർപ്പ്നെസ്സിലോ കാണില്ല. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണെങ്കിൽ അത് വളഞ്ഞിരിക്കുന്ന പോലെ വേവി ആയിട്ടിരിക്കും, വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ഏതായാലും. അതുപോലെ തന്നെ ഓബ്ജക്റ്റ് റൗണ്ട് ആണെങ്കിൽ അത് സ്ക്വീസ് ചെയ്ത പോലെ ഇരിക്കുക, അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ അത് എന്താ പറയുന്നത്, ചളിങ്ങിരിക്കുന്ന പോലെ വരിക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സൈസിലും ഷേപ്പിലും ഒക്കെ വരുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഒത്തിരി പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വ്യക്തിക്ക് ഉണ്ടാക്കുന്നതാണ്. ചിലർക്ക് ഒരു മെൻ്റലി തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും. എന്താ ഫേസ് ഇങ്ങനെ കാണുന്നത്, എന്താ ഇത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ പേടിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസിൽ തന്നെ ഈ വ്യത്യാസം വരും. ദൂരെ ഇരിക്കുന്നതിന് ചിലപ്പോൾ അടുത്തായിട്ട് കാണുക, അല്ലെങ്കിൽ ആ ഓബ്ജക്റ്റിനെ ചെറുതായി കാണുക. ഇങ്ങനെയുള്ള പല വിഷ്വൽ ഡിഫക്റ്റും ഉണ്ടായിരിക്കും. അപ്പം ഈ തരത്തിലൊക്കെ കാണുന്ന ഒരു സീരിയസ് അവസ്ഥ തന്നെയാണ് മേക്കുലർ എഡിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ആയുർവേദത്തിൽ കൂടെ നമുക്ക് അനലൈസ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇതിനുള്ള കാരണം എന്തൊക്കെയാണെന്ന് ആലോചിക്കേണ്ടത്. 3 തരത്തിൽ ഏകദേശം പറയാൻ പറ്റും. ഒന്ന്, സ്വതന്ത്രമായിട്ട് മേഖലയിൽ ഉണ്ടാകുന്ന ചില അവസ്ഥകൾ. അതിലുള്ള സാധാരണ രീതിയിൽ മേഖല ഒരു രക്തസഞ്ചാരം ഇല്ലാത്തൊരു സ്ഥലമാണ്.
അങ്ങോട്ട് ബ്ലഡ് വെസൽസ് എൻക്രോച്ച് ചെയ്യുന്നു. അങ്ങനെ അത് ലീക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഒരു നീർക്കെട്ട് വരുന്നത്. പിന്നെ ഒന്ന് മറ്റ് ചില നേത്രരോഗങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷനൊക്കെയുള്ള യുവിഐറ്റിസ്, ഹൈഡ്രോസൈക്ലൈറ്റിസ് ഇങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് ആ ഇൻഫ്ലമേറ്ററി എക്സ്യൂഡേറ്റ്സ് മേഖലയിൽ കളക്ട് ചെയ്യുന്ന ഒരവസ്ഥ. പിന്നെ അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചില മറ്റ് ശാരീരിക രോഗങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലായിടത്തും വരുന്ന വില്ലൻ ഡയബറ്റീസ് തന്നെ. ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയുള്ള രോഗങ്ങളിലെ ചില വാസ്കുലർ ചേഞ്ചസ് ഉണ്ടാവുകയും അതുപോലെ ആ ചേഞ്ചസ് റെറ്റിനയിലെ വെസൽസിനെ ബാധിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ചില വൈകല്യങ്ങൾ, ചില കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചികിത്സയിൽ നമുക്ക് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഘടകങ്ങളാണ്. ഇനി ആയുർവേദത്തിൽ ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു അവയവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ആ സ്റ്റെബിലിറ്റി, അതിൻ്റെ ശരിയായ രീതിയിലുള്ള നിലനിൽപ്പ്, അതിന് ശരിയായ അളവ്, ശരിയായ വലിപ്പം ഇതൊക്കെ നിലനിർത്തുന്നത് കഫം എന്നുള്ള ഘടകമാണ്. ആയുർവേദത്തിലെ എല്ലാ പ്രിൻസിപ്പിളും തിയറി വാത പിത്ത കഫങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതിൽ ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് കാരണം കഫമാണ്. അതേസമയത്ത് എല്ലാ മൂവ്മെൻറ്റ്സിനും കാരണം വാതമായിരിക്കും. ഫങ്ഷനിലെ ഇതിൻ്റെ ഘടകത്തിൽ വരുന്ന സമയത്ത് പിത്തത്തിനും കണ്ണിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ കഫത്തിന് അവിടെ വലിയൊരു സ്ഥാനം വരുന്നുണ്ട്. ഏതിൽ ഇതിൽ ഇത് ഫ്ലൂയിഡ് ഇതൊക്കെ അതിൽ തന്നെ കഫത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിനും ഒരുപോലെ ഒന്നും അല്ല വരുന്നത്. ഇവിടെ സ്നിഗ്ധത അല്ലെങ്കിൽ ഗുരുത്വം അല്ലെങ്കിൽ പിച്ചിലത്വം എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ, ആ പ്രോപ്പർട്ടീസിന് ആധിക്യം വരുമ്പോഴാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നതും അതുപോലെ ലീക്കേജ് വരുന്നതും ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതിന് ചികിത്സയിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് ലക്ഷ്യം ഈ കഫത്തിൻ്റെ ആധിക്യത്തിനെ കുറയ്ക്കുക എന്നതിലേക്ക് തന്നെ പോകും. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫങ്ഷണൽ കപ്പാസിറ്റി തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് അതിന് ഫങ്ഷൻ നടത്താനായി പിത്തവും വാദമൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ വൈകല്യമുള്ളതിനെ നോർമലൈസ് ചെയ്ത് അല്ലെങ്കിൽ തിരിച്ച് അതിൻ്റെ നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ചികിത്സയായിരിക്കും അത് രണ്ടാമത് വേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റിൽ നമുക്ക് കഫത്തിനെ മാറ്റുക എന്നുള്ളതും മറ്റതിനെ ബ്ലോക്ക് മാറ്റുക എന്നുള്ളത് രണ്ട് രീതിയിൽ വേണം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ എഡിമ മാറ്റം പറഞ്ഞ വാസ്കുലർ അല്ലെങ്കിൽ ബ്ലഡ് വെസലിൽ നിന്ന് ലീക്ക് ചെയ്യുന്ന ഫ്ലൂയിഡാണ് കാരണം. അപ്പോൾ ആ ലീക്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലൂയിഡിനെ എടുത്ത് മാറ്റുക എന്നുള്ളത് കൊണ്ട് ചികിത്സയ്ക്ക് ഒരു ടെമ്പററി റിസൾട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ കാരണമായിട്ടുള്ള ആ വാസ്കുലർ ചേഞ്ചസിനെ മാറ്റിയാലാണ് ചികിത്സയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് സർക്കുലേഷൻ, അതിനെ എന്താ പറയുന്നത്, ഒരു മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് സാധാരണ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ചില ചികിത്സാ രീതികളായിരിക്കും ഈ മാക്കുലർ എഡിമയുടെ ചികിത്സയിലെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് ആയുർവേദത്തിൽ നല്ല രീതിയിലുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. ശിരോധാര, അതുപോലെ തന്നെ തലയിൽ നമുക്ക് ഇത് വെച്ച് ഉദ്വർത്തനം അല്ലെങ്കിൽ തിരുമുന്നത്, പിന്നെ കണ്ണിന് പുറത്ത് മരുന്ന് അരച്ചിടുന്നത്, വിടാലകം, ഇങ്ങനെയുള്ള പല പല ചികിത്സകളും കൊണ്ട് നമുക്ക് സർക്കുലേഷൻ നമുക്ക് കുറച്ചുകൂടി സ്ഥിരീകരിച്ച് അല്ലെങ്കിൽ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിനുശേഷം പിന്നീട് നമുക്ക് ഈ റിക്കറൻസ് അല്ലെങ്കിൽ വീണ്ടും വരാതിരിക്കാനായിട്ട് റെറ്റിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയും അതിൻ്റെ ആ ഫിസിയോളജിക്കലായിട്ടുള്ള ആ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ചികിത്സകൾ വേണം. എങ്കിൽ മാത്രമേ വീണ്ടും വരാതിരിക്കുള്ളൂ. കാരണം ഈ മാക്കുലർ എഡിമ എന്ന് പറയുമ്പോൾ തന്നെ റിക്കറൻസ് അതിൻ്റെ വലിയൊരു സ്വഭാവമാണ്. അതിന് കാരണം ഞാൻ പറയാം. അപ്പോൾ ഇതുപോലെ ആ രണ്ടാമത്തെ സ്റ്റെപ്പിലെ ഈ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ചികിത്സകളാണ് പിന്നീട് എടുക്കുന്നത്. അത് നേത്രതർപ്പണം അല്ലെങ്കിൽ നസ്യം, പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ ഇന്ത്യൻ മെഡിസിൻസിനും വലിയ റോളുണ്ട്. അങ്ങനെ ആ റെറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറയും. ഇവിടെ നമുക്ക് ഈ റെക്കറൻസുള്ള കാരണത്തെ പറ്റിയിട്ട് കൂടി നമുക്ക് ആലോചിക്കേണ്ടി വരും. കാരണം ഈ പ്രത്യേക രോഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ട്രിഗർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാകാൻ കാരണമാകുന്ന ഘടകങ്ങൾ എല്ലാ രോഗത്തിനും ഉണ്ടല്ലോ. അതിൻ്റെ രോഗത്തിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിൽ മധുരത്തിൻ്റെ അളവ് എന്ന് പറയും, ടോൺസിലൈറ്റിസ് ആണെങ്കിൽ തണുപ്പ് എന്ന് പറയും. അതുപോലെ ഈ മാക്കുലർ എഡിമയെ നമുക്ക് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കുന്ന ഘടകങ്ങൾ, ട്രിഗർ ഫാക്ടേഴ്സിലെ ഇതുപോലെ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും, സ്ട്രെസ് ലെവല്, പിന്നെ കൂടുതൽ ഐ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ജോലികൾ, സ്ക്രീൻ വർക്ക്, രാത്രി ഷിഫ്റ്റിലുള്ള ജോലികൾ, പിന്നെ അതുപോലെ ഫുഡ് പാറ്റേണിൽ വരുന്ന ചേഞ്ചസ്,
കൂടുതല് ഇത് സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്, പിന്നെ മറ്റ് ശാരീരിക രോഗങ്ങളുടെ ഒരു പ്രസൻസ്. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. പക്ഷേ ഈ ഘടകങ്ങളൊന്നും ഇപ്പോഴത്തെ ഒരു സിനാരിയോയില്, ഒരു കാലഘട്ടത്തില് നമുക്ക് തീർത്തും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് ഇപ്പോൾ കാണുന്നത്. നിങ്ങള് കമ്പ്യൂട്ടർ നോക്കരുത്, മൊബൈൽ വർക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ രാത്രി ഉറക്കമൊഴിക്കരുത് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ പ്രാക്ടിക്കലാക്കാൻ കഴിയുന്നില്ല ആർക്കും. അതുകൊണ്ട് തന്നെ റിക്കറൻസ്, ഈ ട്രിഗർ ഫാക്ടേഴ്സ് വരുംതോറും റിക്കറൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഏഹ്, രീതിയിൽ തന്നെ അത് കണ്ണിനെ ബാധിക്കാതിരിക്കാനായിട്ട് കണ്ണിനെ എത്രത്തോളം നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ഫങ്ഷണലി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ചികിത്സാ രീതികൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. അതാണ് മാതാ ആയുർവേദ ഹോസ്പിറ്റൽ ചെയ്യുന്നത്. ടെമ്പററി ആയിട്ട് ഫ്ലൂയിഡിനെ മാറ്റാൻ വളരെ എളുപ്പമാണ്. പക്ഷെ വീണ്ടും വരാതിരിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ടഫ്നെസ്. കാരണം ട്രിഗർ ഫാക്ടേഴ്സ് നിലനിൽക്കും, അല്ലെങ്കിൽ വീണ്ടും വരും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു വളരെ ഡീപ്പ് ലെവലിലുള്ള ചില ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടിയിരിക്കും. അതിനാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു 1, 2 സ്റ്റെപ്പൊക്കെ എടുത്തിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്നത്. അത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരു അണ്ടർ മോണിറ്ററിങ്, അണ്ടർ സൂപ്പർവിഷൻ, ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ വിത്ത് ഐ റെസ്റ്റ്, കണ്ണിന് റെസ്റ്റ് കൊടുത്തുകൊണ്ട്, അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ചികിത്സയ്ക്ക് തയ്യാറായാൽ മാത്രമേ ഒരു ശരിയായ രീതിയിലുള്ള ഒരു ചികിത്സ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതിന് ശേഷവും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചില സിമ്പിൾ മെഡിസിൻസൊക്കെ സ്വീകരിക്കേണ്ടി വരും. ഐ ഡ്രോപ്സോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു എണ്ണയോ അല്ലെങ്കിൽ ചില ഇന്റേണൽ മെഡിസിൻസോ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും റിക്കറൻസിനുള്ള സാധ്യത വളരെ കുറയും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ട്രിഗർ ഫാക്ടേഴ്സ് വളരെ പ്രോമിനൻ്റ് ആണ്, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് നമുക്ക് ബൂസ്റ്റപ്പ് ലെവൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അത് ഏത് രോഗത്തിനും ഏത് സമയത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കണ്ണിനെ നമ്മൾ ഹെൽത്തി ആക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ചെയ്യുക, ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചികിത്സ ഒരു പദ്ധതിയും കൂടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ശരിയായ രീതിയിലുള്ള ഒരു ചികിത്സ കൊണ്ട് നമുക്ക് അതിൻ്റെ റിക്കറൻസ് വളരെയധികം തടയാൻ പറ്റും. പിന്നെ അടുത്തൊരു പോയിന്റ്, ഈ ചികിത്സ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എല്ലാ മരുന്നുകളെ കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില പ്രത്യേക ഡ്രഗ്സ്, അത് കണ്ണിൽ പ്രത്യേകിച്ച് സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ഫാർമക്കോളജിക്കലി ഉള്ള അത്തരം ഡ്രഗ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടിയിരിക്കും. അതിനെ ആയുർവേദത്തിൽ പറയുന്ന ചക്ഷുഷ്യദ്രവ്യം എന്നാണ്. ആ ചക്ഷുഷ്യദ്രവ്യങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ണിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അത്തരം ദ്രവ്യങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ശരിയായ രീതിയിലുള്ള ചികിത്സ മോഡ് ഓഫ് അപ്ലിക്കേഷൻ, ചികിത്സാ രീതികൾ പ്രയോഗിക്കുക, എന്നിട്ട് വേണ്ട രീതിയിലുള്ള മെഡിസിൻ ഒരു ഹാബിച്വലായിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ മാക്കുലർ എഡിമ നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റും, റിക്കറൻസ് വളരെയധികം നമുക്ക് തടയാനും പറ്റും.